And our goal is not in hand. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക്സ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ. അതിനാൽ തന്നെ നമ്മൾ പബ്ലിക് ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അത് പബ്ലിക് ഇഷ്യൂവിൽ വരുന്നതാണ്. അതുപോലെ ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് അതൊരു പബ്ലിക് ഇഷ്യൂവിൽ വരുന്ന കാര്യമാണ്. പിന്നെ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓഫർ ഡോക്യുമെന്റ്സ് ഉണ്ട്. പിന്നെ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞൊരു ഇത് പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ രണ്ട് ജസ്റ്റ് ചെറിയ ടേംസ് പഠിക്കാനുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ന്യൂ ഇഷ്യൂ എന്നുള്ളത്, അല്ലേ? നമ്മൾ ഡയറക്റ്റ്ലി കമ്പനി ടു ഇൻവെസ്റ്റർ വരുന്നതാണ് നമ്മൾ ന്യൂ ഇഷ്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ കമ്പനീസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ന്യൂ ഇഷ്യൂയുടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പബ്ലിക് ഇഷ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഇഷ്യൂവിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് അതേപോലെ തന്നെ ഫെർദർ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞിട്ട്, അതായത് IPO FPO. IPO നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും, അല്ലേ? നെക്സ്റ്റ് വരുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ വരുന്നത് പ്രിഫറൻഷ്യൽ ഇഷ്യൂ വരുന്നുണ്ട്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് പ്രോഗ്രാം വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂ. പിന്നെ ഒന്ന് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, അതായത് ESOP എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, അതേപോലെ ESOP ഒക്കെ നമ്മൾ അക്കൗണ്ട്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പബ്ലിക് ഇഷ്യൂ ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, പബ്ലിക് ഇഷ്യൂ ആണ്. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് when an issue or offer of securities is made to new investors for becoming part of shareholders family of the issuer, it is called public issue. അപ്പോൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അതിൽ എന്ത് ചെയ്യുക, ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്, പബ്ലിക്കിന് ഡയറക്റ്റ്ലി ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫാമിലിയുടെ ഒരു മെമ്പർ ആവുക എന്ന് വെച്ചാൽ കമ്പനിയുടെ ഷെയർ ഹോൾഡറായി മാറാം. ഇതിനാണ് നമ്മൾ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ പബ്ലിക് ഇഷ്യൂവിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒന്നാമത്തെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, ദാറ്റ് ഈസ് IPO. പിന്നെ ഫെർദർ പബ്ലിക് ഓഫർ, അതായത് FPO. ബോത്ത് IPO ആൻഡ് FPO ക്യാൻ ബി ഐദർ എ ഫ്രഷ് ഇഷ്യൂ ഓർ എൻ ഓഫർ ഫോർ സെയിൽ. അപ്പൊ ഇതിൽ തന്നെ ഫ്രഷ് ഇഷ്യൂ ആവാം അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ ആവാം. അതെന്താണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഇഷ്യൂ എന്താണെന്ന്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെ. പബ്ലിക് ഇഷ്യൂവിൽ ഫസ്റ്റ് വൺ വരുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആണ്, IPO ആണ്. സെക്കൻഡ് ഫെർദർ പബ്ലിക് ഓഫർ ആണ്. അപ്പൊ IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPO മീൻസ് എൻ ഓഫർ ഓഫ് സെക്യൂരിറ്റി ബൈ എൻ അൺലിസ്റ്റഡ് ഇഷ്യൂവർ ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവർ സെക്യൂരിറ്റീസ്, അത് ഷെയർ ആവാം ഡിബഞ്ചർ ആവാം, അതെന്ത് ചെയ്യാണ്, പബ്ലിക്കിന് സെല് ചെയ്യാണ് അല്ലെങ്കിൽ പബ്ലിക്കിന് ഓഫർ ചെയ്യാണ്. പബ്ലിക്കിന് വേണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻക്ലൂഡിങ് എൻ ഓഫർ ഫോർ സെയിൽ ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആവാം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആവാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സെയിൽ ഓഫ് ഷെയർസ് ബൈ എ കമ്പനി ടു ദ പബ്ലിക്. ഇപ്പൊ പബ്ലിക്കിന് ഫസ്റ്റ് ആയിട്ട് ഒരാൾ ഓഫർ ചെയ്യണം, ഒരു കമ്പനി ഓഫർ ചെയ്യാണ്. അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിന് ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഓഫറിംഗും ആവാം. ദ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ക്യാൻ ബി മെയ്ഡ് ത്രൂ ദ ഫിക്സഡ് പ്രൈസ് മെത്തേഡ് ഓർ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഇപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പ്രൈസ് എന്ന് വെച്ചാൽ പ്രൈസ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള മെത്തേഡ് ആവാം. ഇത് രണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ആവാം എന്ന് വെച്ചാൽ അതിൽ ഫിക്സ്ഡ് ആയിട്ട് ഒരു പ്രൈസ് ഉണ്ടാവില്ല, അത് പിന്നെ നമ്മൾ എന്താ പറയുക ബിഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. Every issuer must get IPO grading from at least one SEBI registered credit rating agency. ഇപ്പോൾ SEBI registered ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിന്ന് എന്ത് ചെയ്യണം, ഗ്രേഡിങ് കിട്ടിയിരിക്കണം, എന്നാലേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. The grade represent a relative assessment of the fundamentals of IPO issue. അപ്പോൾ IPO ഇഷ്യൂയുടെ ഫണ്ടമെന്റൽസ്, കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയിട്ട് അതിൻ്റെ ഒരു അസസ്മെന്റ് ആയിരിക്കും. അതിന് ശേഷമാണ് നമുക്ക് എന്ത് ഗ്രേഡ് കിട്ടുന്നത്. നെക്സ്റ്റ് IPO എന്ന് പറഞ്ഞൊരു ടേമാണ്. IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ IPO തന്നെ, പക്ഷെ അത് ഓൺലൈൻ ആയിട്ട് ഓഫർ ചെയ്യുകയാണ്.
SEBI now allow Indian companies to make public offering through the online system of stock exchange. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓൺലൈൻ സിസ്റ്റം അത് ത്രൂ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സെബി ഇപ്പോൾ അലോ ചെയ്യുന്നുണ്ട്. ഇതിനാണ് നമ്മൾ IPO അല്ലെങ്കിൽ ഓൺലൈൻ IPO എന്ന് പറയുന്നത്. ദിസ് വിൽ പ്രൊവൈഡ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ബിഡ്സ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഫ്രം ടെർമിനൽസ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന് ബിഡ്സ് ബ്രോക്കേഴ്സ് ത്രൂ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഫർദർ പബ്ലിക് ഓഫറിംഗ് അല്ലേ, FPO എന്ന് പറയും. ഇപ്പൊ FPO എന്ന് പറഞ്ഞാൽ when a listed company make either a fresh issue of securities or to the public or an offer for sale to the public, it is called FPO. അപ്പോൾ ഒരു ഒന്നിക്കൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തുവാണ് അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ നടത്തുവാണ്. അപ്പോൾ ഓഫർ ഫോർ സെയിൽ എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ. ഇതിന് നമ്മൾ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് എ സബ്സിക്വന്റ് പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ ലിസ്റ്റഡ് കമ്പനി. ഇപ്പൊ സബ്സിക്വന്റ് ആയിട്ട് നമ്മൾ ഇനീഷ്യൽ അല്ല, അതിന് ശേഷം വരുന്ന കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ഓഫറിംഗ് ആണ് ഇത് പറയുന്നത്. FPO is also known as seasoned or subsequent public offer. അപ്പൊ ഇതിനെ നമ്മൾ സബ്സിക്വന്റ്ലി നടക്കുന്നതുകൊണ്ട് സബ്സിക്വന്റ് പബ്ലിക് ഓഫർ എന്ന് വിളിക്കാം, അതേപോലെ സീസൺഡ് പബ്ലിക് ഓഫറിംഗ് എന്ന് വിളിക്കാം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ രണ്ടും IPO ആയാലും FPO ആയാലും ദ മെത്തേഡ് ഓഫ് ഓഫറിംഗ് എ പബ്ലിക് ഇഷ്യൂ ദാറ്റ് ഈസ് IPO ഓർ FPO ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. നമുക്ക് രണ്ട് രീതിയിൽ അത് ചെയ്യാൻ പറ്റും, IPO ആയാലും FPO ആയാലും. അതിൽ ഒന്നാമത്തെയാണ് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ അതിന് ഫ്രഷ് ഇഷ്യൂ എന്ന് വിളിക്കും. രണ്ടാമത്തെയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ നമ്മള് FPOയിലാകുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് മെത്തേഡും യൂസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ രണ്ട് മെത്തേഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്. കമ്പനിയെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു ഓഫർ ഡോക്യുമെന്റ് ആണ്. ഇത് വെച്ചാണ് ആൾക്കാർ തീരുമാനിക്കേണ്ടത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന്. പ്രോസ്പെക്ടസ് ഈസ് എൻ ഓഫർ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ദ കമ്പനി. കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ്. The name of the company, address, location of the industry, authorized, paid up and subscribed capital, broker underwrite എന്ന് വെച്ചാൽ കമ്പനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും. എന്ന് വെച്ചാൽ കമ്പനി എവിടെയാണുള്ളത്, എന്താണ് അതിന്റെ നേച്ചർ ഓഫ് ആക്ടിവിറ്റി, എന്താണ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അതിൽ ആരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആരൊക്കെയാണ് ബ്രോക്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. After going through these details, the public can decide either to subscribe or not to subscribe to the shares. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് പബ്ലിക്കിന് തീരുമാനിക്കാം ഈ ഷെയർസ് പർച്ചേസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള കാര്യം. The draft of the prospectus must be approved by the board of directors. പ്രോസ്പെക്ടസ് ആദ്യം ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം, അത് അപ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡെസിഗ്നേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും എല്ലാവരുടെയും അപ്രൂവൽ ആവശ്യമുണ്ട് പ്രോസ്പെക്ടസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷെയറിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം അത് ഫിക്സഡ് പ്രൈസ് ആവാം അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് ആവാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിനെ പറ്റി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ദ ഇഷ്യൂർ ക്യാൻ ഡിറ്റർമിൻ ദ പ്രൈസ് ഓഫ് ഷെയർസ്. അപ്പൊ ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാം, പ്രൈസ് തീരുമാനിക്കാം. ദ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ സെയിം ഷുഡ് ബി ഗിവൺ ഇൻ ഓഫർ ഡോക്യുമെന്റ്. അപ്പൊ അതെന്ത് ചെയ്യാം, ഓഫർ ഡോക്യുമെന്റിൽ കാണിച്ചിരിക്കണം. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ആൻ ഇഷ്യൂ. അപ്പൊ നമ്മൾ ഇഷ്യൂ പ്രൈസ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഷെയറിന്റെ വാല്യൂ കണക്കാക്കുന്ന സമയത്ത് 2 മെത്തേഡ്സ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ, രണ്ടാമത്തത് ബുക്ക് ബിൽഡ് ഇഷ്യൂ. അപ്പൊ അത് രണ്ടും എന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഫിക്സ്ഡ് പ്രൈസ് ഇഷ്യൂ അല്ലെ. അപ്പൊ ഫിക്സ്ഡ് പ്രൈസ് ഇഷ്യൂൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇഷ്യൂയിങ് കമ്പനി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ലീഡ് മെർച്ചന്റ് ബാങ്കർ ഡിസൈഡ് ദ പ്രൈസ് ഓഫ് ദ ഇഷ്യൂ ആൻഡ് ഡിസ്ക്ലോസസ് സെയിം ഇൻ പ്രോസ്പെക്ടസ്. അപ്പൊ ഷെയറിന്റെ വാല്യൂ കമ്പനി തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അതെന്ത് ചെയ്യും, സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിക്കുമല്ല, ലീഡ് മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ കമ്പനി ഒരു പ്രൈസ് അങ്ങ് ഫിക്സ് ചെയ്യും. ഈ പ്രൈസ് നമ്മൾ പ്രോസ്പെക്ടസിൽ കാണിക്കും. എന്ന് വെച്ചാൽ പ്രൈസ് അതിൽ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ കൊടുത്ത് വാങ്ങിക്കാം എന്ന് കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. രണ്ടാമത്തെ ഇൻ ബുക്ക് ബിൽഡ് ഇഷ്യൂ. ബുക്ക് ബിൽഡ് ഇഷ്യൂ ആണെങ്കിൽ the issuer stipulates only a price band in the prospectus consisting of a floor price and cap price. അപ്പോൾ ഇതിൽ പറയാന്ന് വെച്ചാൽ ഒരു റേഞ്ചാ പറയാ പ്രൈസിന്റെ. ഇപ്പം 10 to 15 അല്ലെ 10 to 20 അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൈസ് ബാൻഡ് കാണിക്കും. and the final price will be decided on the basis of demand for the issue. ഡിമാൻഡിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം,
അതിന്റെ പ്രൈസ് തീരുമാനിക്കുക. അപ്പൊ കൂടുതൽ പേര് ഏത് പ്രൈസിലാണ് ഡിമാൻഡ് വരുന്നത് നോക്കിയിട്ട്. On the basis of final price decided by market demand, the bids are evaluated and successive bidders get allotment. അപ്പൊ പ്രൈസ് അതിന് ശേഷം ഫിക്സ് ആവും. അപ്പൊ ആ പ്രൈസിൽ നമ്മൾ ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഷെയർ അലോട്ട്മെന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്, ബുക്ക് ബിൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഓഫർ ഡോക്യുമെന്റ്സിനെ പറ്റിയുള്ളത് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് നമുക്ക് ഓഫർ ഡോക്യുമെന്റ്സ്. പബ്ലിക്കിന് നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇറ്റ് ഈസ് എൻ ഓഫർ ഡോക്യുമെന്റ് ഇൻ കേസ് ഓഫ് പബ്ലിക് ഇഷ്യൂ വിച്ച് ഇസ് ഓൾ ദ റിലവന്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് പ്രൈസ് ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് ബീങ് ഓഫേർഡ്. അപ്പം എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു ഡോക്യുമെന്റ്, കമ്പനിയെ പറ്റി എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, അതേപോലെ തന്നെ ഷെയറിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രോസ്പെക്ടസിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ പ്രോസ്പെക്ടസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇറ്റ് അക്കമ്പനീസ് ദ ആപ്ലിക്കേഷൻ ഫോം ഓഫ് പബ്ലിക് ഇഷ്യൂ. ഇതിന്റെ കൂടെ എന്ത് ചെയ്യും, പബ്ലിക് ഇഷ്യൂടെ ആപ്ലിക്കേഷൻ ഫോം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് RHP. റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് is a prospectus which does not have details of either price or number of shares being offered or the amount of issue. അപ്പൊ ഇതിൽ ഷെയറിനെ പറ്റി ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എത്ര ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ഷെയറിന്റെ പ്രൈസ് എന്താണ്, ഇതൊന്നും ഉണ്ടാവില്ല. ഇൻ കേസ് പ്രൈസ് ഇസ് നോട്ട് ഡിസ്ക്ലോസ്, ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻ ദ അപ്പർ ആൻഡ് ലോവർ പ്രൈസ് ബാൻഡ്സ് ആർ ഡിസ്ക്ലോസ്. അപ്പൊ നമ്മൾ പ്രൈസ് ഡിസ്ക്ലോസ് ചെയ്യാത്ത സമയത്ത് നമ്മൾ ബുക്ക് ബിൽഡിംഗ് പറഞ്ഞില്ലേ, അതുമാതിരി നമ്മൾ എന്ത് ചെയ്യും, അപ്പർ ആൻഡ് ലോവർ പ്രൈസ് ബാൻഡ് നമ്മൾ ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസിന് പകരമായിട്ട് ഒരു കമ്പനീസ് ആക്ടിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലിeu ഓഫ് പ്രോസ്പെക്ടസ്. ഇത് നമുക്ക് ഓഫർ ഡോക്യുമെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ലെറ്റർ ഓഫ് ഓഫർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the offer document prepared by company for its right issue. റൈറ്റ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് എംപ്ലോയീസിനാണ് റൈറ്റ് ഇഷ്യൂ നമ്മൾ കൊടുക്കുന്നത്. ആ സമയത്ത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓഫർ ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്ലേസ്മെന്റ് ഡോക്യുമെന്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ മെർച്ചന്റ് ബാങ്കർ. മെർച്ചന്റ് ബാങ്കർ ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് for the purpose of qualified institutions placement. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ നമ്മൾ പ്ലേസ്മെന്റ് നടത്തുന്ന സമയത്ത് അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്ലേസ്മെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്രോസ്പെക്ടസ് വിച്ച് എനാബിൾസ് ആൻ ഇഷ്യൂർ ടു മേക്ക് എ സീരീസ് ഓഫ് ഇഷ്യൂസ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. ഇപ്പോൾ ഒരു ഇയറിന്റെ ഇടയിൽ നമുക്ക് സീരീസ് ഓഫ് ഇഷ്യൂസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് വിതൗട്ട് ദ നീഡ് ഓഫ് ഫയലിംഗ് എ ഫ്രഷ് പ്രോസ്പെക്ടസ് എവറി ടൈം. ഓരോ സമയം നമ്മൾ പുതിയ പ്രോസ്പെക്ടസ് കൊടുക്കുന്നതിന് പകരം ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഒരു ഇയറിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ഇഷ്യൂ നടത്തുവാണ്, ഇനി 3 മാസം കഴിഞ്ഞ് നമ്മളൊരു ഇഷ്യൂ നടത്താൻ പോകുന്നുണ്ട്. അങ്ങനെ സീരീസ് ഓഫ് ഇഷ്യൂസ് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോസ്പെക്ടസ് ത്രൂ എന്ന് വെച്ചാൽ ഓഫർ ഡോക്യുമെന്റ്സ് ത്രൂ നമ്മൾ ഇഷ്യൂ നടത്തുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജസ്, ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് കുഡ് ബി കോണ്ടാക്റ്റഡ് ത്രൂ പ്രോസ്പെക്ടസ്. അപ്പൊ നമ്മൾ കമ്പനി ഒരു പ്രോസ്പെക്ടസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, എന്ത് ചെയ്യാം, ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അല്ലെ. പബ്ലിക്കിന് അങ്ങ് ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ മതി. ഈ പ്രോസ്പെക്ടസ് ന്യൂസ് പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്യും, അപ്പൊ എല്ലാവർക്കും അത് കാണാൻ പറ്റും. സർവീസ് ഓഫ് ഇന്റർമീഡിയറ്റ്സ് ആർ നോട്ട് നെസസറി ഫോർ ദിസ്. അപ്പൊ ഡയറക്ട്ലി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഇന്റർമീഡിയറ്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. Concentration of shares in few hands is avoided as the shares are dispersed over a number of people. ഇപ്പൊ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രോസ്പെക്ടസ് ത്രൂ ആണ്. പ്രോസ്പെക്ടസ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, എല്ലാവർക്കും അത് കാണാം. എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഏത് ഭാഗത്തുള്ള ഷെയർ ഹോൾഡേഴ്സിനും പർച്ചേസ് ചെയ്യാം. അപ്പം കുറച്ച് ആൾക്കാരുടെ ഇടയിൽ തന്നെ ഷെയർ ആയി പോകാനുള്ള ചാൻസ് കുറവാണ്. നെക്സ്റ്റ് ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഓൺലി ഫോർ ലാർജ് ഇഷ്യൂ. ലാർജ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് സ്യൂട്ടബിൾ ആവുള്ളൂ. കുറച്ചൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ദ കമ്പനി ഹാസ് ടു ഇൻകർ അഡീഷണൽ എക്സ്പെൻസ് ഓൺ അഡ്വർടൈസ്മെന്റ്, ബാങ്ക്സ് കമ്മീഷൻ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ലിസ്റ്റിംഗ് ഫീ, ലീഗൽ ചാർജസ്. അപ്പൊ ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ആദ്യം എന്ത് ചെയ്യണം, അപ്രൂവൽ വാങ്ങിക്കണം, പബ്ലിഷ് ചെയ്യണം, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് വരും. അപ്പൊ ഇങ്ങനെ കുറെ എക്സ്പെൻസസ് ഇൻകർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തത് എന്തായിരുന്നു, ഓഫർ ഫോർ സെയിൽ അല്ലെ. ഇപ്പൊ എന്താ ഓഫർ ഫോർ സെയിൽ നോക്കാം.
Offer for sale is an indirect offer of security to the public through a sponsoring intermediary. മറ്റേതെല്ലാം നമ്മൾ പറഞ്ഞു കമ്പനി ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഇന്റർമീഡിയറി ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. This is outright sale of sales through intermediaries like issue houses, merchant bank, brokers, etc. ഇവരെല്ലാം ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇഷ്യൂ നടത്തുന്നത്. ഷെയർസ് ആർ നോട്ട് ഓഫർ ടു ദ പബ്ലിക് ഡയറക്ട്ലി. പബ്ലിക്കിന് ഡയറക്ട്ലി നമ്മൾ ഓഫർ ചെയ്യുന്നില്ല. The intermediaries after buying the entire share resell them to the investing public. The intermediary എന്ത് ചെയ്യും, ഷെയർ കംപ്ലീറ്റ് അവർ വാങ്ങിക്കും, എന്നിട്ട് പിന്നെ അവരാണ് പബ്ലിക്കിന് സെൽ ചെയ്യുന്നത്. In this case, the issue house or other intermediaries act as agent of the company. അപ്പൊ ഈ ഇന്റർമീഡിയറീസ് എന്തായിട്ട് അപ്പൊ വർക്ക് ചെയ്യുന്നത്, ഏജന്റ് ആയിട്ട് അല്ലെ, കമ്പനിക്ക് പകരം അവരാണ് ഈ സെല്ല് ചെയ്യുന്നത്. അപ്പൊ അവരൊരു ഏജന്റ് പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, പല കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ പറയുന്നത് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ, RII എന്ന് പറയാം, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. 3 ടൈപ്പാണ് വരുന്നത്. ഇതിൽ ഒന്നാമത്തത് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ മീൻസ് an investor individual or and HUF. ഇപ്പൊ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം. Who applies or bids for public issue securities for a value of not more than 2 lakhs. 2 lakhs കുറഞ്ഞ ഒരു പബ്ലിക് ഇഷ്യൂവിന് വിഡ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. എനി ഇൻവെസ്റ്റർ who apply or bids in excess of this will be considered in the നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കാറ്റഗറി. ഇപ്പൊ 2 lakhന് മേലെയാണ് നമ്മൾ ഷെയറിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് വിളിക്കും. അപ്പൊ അതുവരെയുള്ള റേറ്റ് വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ. നെക്സ്റ്റ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ, QIB. They are institutional investors in the security market. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വലും HUF ആണല്ലോ, ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനി, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ, പ്രൊവിഡന്റ് ഫണ്ട്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, പെൻഷൻ ഫണ്ട് എക്സെട്ര. ഇങ്ങനെ ആരായി കഴിഞ്ഞാലും അതൊരു ഇൻഡിവിജ്വൽ അല്ല, HUF അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇതിൽ വരും, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ എന്നുള്ള കാറ്റഗറിയിൽ വരും. ഇനി നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മീൻസ് an investor other than retail investor and qualified institutional investor. ഇവ രണ്ടും അല്ലാത്ത ആൾക്കാരാണ്. In other words, resident Indians, HUF, companies, NRI, societies and trust whose application size exceed 2 lakh. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, 2 lakh വരെ നമ്മൾ എന്ത് പറഞ്ഞു, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറയുന്നു, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിട്ട് പറയുന്നത് 2 lakhന്റെ മേലെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. ദേ ആർ ഓൾസോ കോൾഡ് ഹൈ നെറ്റ് വർത്ത് ഇൻവെസ്റ്റർ, അങ്ങനെയും കൂടി നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് ടേംസ് പഠിക്കാനുള്ളത്. ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്, ASBA എന്ന് പറയും. അപ്പൊ ഇതെന്താന്ന് നോക്കാം. ദിസ് ഇസ് എ ന്യൂ മോഡ് ഓഫ് പേയ്മെന്റ് ഫോർ അപ്ലൈയിങ് ഫോർ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പുതിയ മോഡ് ഓഫ് പേയ്മെന്റ് ആണ്. SBA is an application containing an authorization to block the application money in the bank account. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അത്രയും എമൗണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ആ ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എപ്പോഴാണ് ഡെബിറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം. അപ്പൊ അതുവരെ അത് ബ്ലോക്കായി നിൽക്കുന്നതായിരിക്കും. ഇതിനാണ് നമ്മൾ ASBA എന്ന് പറയുന്നത്. അണ്ടർ ASBA ഫെസിലിറ്റി ഇൻവെസ്റ്റർ ക്യാൻ അപ്ലൈ in the public issue by using their bank account. Investor submits the ASBA form to the banking branch by giving an instruction to block the amount to the in their account. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ എന്ത് ചെയ്യും, അത്ര എമൗണ്ട് നമ്മൾ എത്രയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത്ര എമൗണ്ട് നമുക്ക് അവിടെ ബ്ലോക്ക് ആയി കിടക്കും. പക്ഷെ അത് എപ്പോഴേ ഡെബിറ്റ് ആവുള്ളൂ, നമുക്ക് ഷെയർ അലോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഡെബിറ്റ് ആവുള്ളൂ. നെക്സ്റ്റ് ഒരു ടേം പറയുന്നത് ഗ്രീൻ ഷൂ ഓപ്ഷൻ, GSO എന്ന് പറയും. അപ്പൊ ഇതൊരു പോസ്റ്റ് ലിസ്റ്റിംഗ് പ്രൈസ് സ്റ്റെബിലൈസിങ് മെക്കാനിസം ആണ്. അപ്പൊ ഈ ടേം വന്നിരിക്കുന്നത് ഒരു കമ്പനിയുടെ പേരിലാണ്. അപ്പൊ അവർ ഫസ്റ്റ് ഈ മെത്തേഡ് യൂസ് ചെയ്തൊരു കമ്പനിയാണ് ഗ്രീൻ ഷൂ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയാം. ദിസ് ഓപ്ഷൻ അലൗസ് കമ്പനീസ് ഓഫറിംഗ് IPO ടു ഇന്റർവീൻ ഇൻ ദ മാർക്കറ്റ് ടു എൻഷുർ ദാറ്റ് ദ ഷെയർ പ്രൈസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡസ് നോട്ട് ഫോൾ ബിലോ ദ ഇഷ്യൂ പ്രൈസ് ഡ്യൂറിംഗ് ദ 30-day സ്റ്റെബിലൈസേഷൻ പീരിയഡ്.
അപ്പം നമ്മൾ ചില സമയത്ത് കാണുന്നില്ല ഒരു ഷെയർ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന്റെ പ്രൈസ് വല്ലാണ്ട് കുറഞ്ഞു പോകുന്നത്. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പം 30 ഡേയ്സിനുള്ളിൽ അതിന്റെ ഷെയർ പ്രൈസ് കുറയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം ആണ്. ദിസ് ക്ലോസ് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ദ അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റ് ഓഫ് എൻ IPO. ഇപ്പൊ IPOയിൽ നമ്മൾ അണ്ടർറൈറ്റിംഗ് നടത്തുന്ന സമയത്ത്, അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി, നമുക്ക് പബ്ലിക് പർച്ചേസ് ചെയ്യാത്ത ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നതാണ്. അതിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു ക്ലോസ് വെക്കാൻ പറ്റുന്നത്. ദിസ് ക്ലോസ് അലോസ് ദ അണ്ടർറൈറ്റർ ഓർ മെർച്ചന്റ് ബാങ്കർ ടു ബൈ അഡീഷണൽ 15% ഷെയർസ് ഓഫ് ദ കമ്പനി അറ്റ് ഓഫറിംഗ് പ്രൈസ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത് അതിൽ നിന്ന് 15% കൂടുതൽ ഷെയർസ് അവർ പർച്ചേസ് ചെയ്യും. അപ്പൊ ഇതിന് ഓവർ അലോട്ട്മെന്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5 lakh ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 15% കൂടുതൽ എന്ത് ചെയ്യും, ഇവര് അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കും. ബിക്കോസ് ഇൻ അഡീഷൻ ടു ദ പബ്ലിക് ഓഫർ അഡീഷണൽ ഷെയർസ് അലോട്ടഡ് ടു അണ്ടർ റൈറ്റേഴ്സ് ടു കീപ് ദ ഷെയർ പ്രൈസ് അണ്ടർ കൺട്രോൾ. ഷെയർ പ്രൈസ് കൺട്രോളിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മെക്കാനിസം ആണ് അവർ യൂസ് ചെയ്യുന്നത്. ദ അണ്ടർ റൈറ്റർ ഓവർ സെൽസ് ഓർ ഷോർട്ട്സ് അപ് ടു 15% മോർ ഷെയർസ് ദാൻ ഇനീഷ്യലി ഓഫേർഡ് ബൈ ദ പബ്ലിക്. അപ്പൊ അവരെന്ത് ചെയ്യും, ഷെയർസ് ഓവർ സെൽ ചെയ്യും. അപ്പൊ ഓവർ സെൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഷെയറിന്റെ പ്രൈസ് ഫോൾ ആവാതെ നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, നമ്മൾ ന്യൂ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത ഏതാണ്, പബ്ലിക് ഇഷ്യൂ ആണ്. അപ്പൊ പബ്ലിക് ഇഷ്യൂവിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഉണ്ട്, ഫെർദർ പബ്ലിക് ഓഫറിംഗ് വരുന്നുണ്ട്. അതേപോലെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ വരുന്ന മെത്തേഡ്സ്, ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്, അതേപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ ഓഫർ ഫോർ സെയിൽ അതേപോലെ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡോക്യുമെന്റ്സ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ 2 ടേം പറഞ്ഞു, ASBA GSO അല്ലെ. അപ്പൊ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സിമ്പിൾ ആക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ എല്ലാ ഫ്രണ്ട്സിന്റെ ഇടയിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ എല്ലാവരും. അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.